ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമുക്കൊരു വീക്കെൻഡ് കിട്ടിയാണ് കൊണ്ട് നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് വന്നേക്കാണ്. സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ പേരെന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇതിൻ്റെ സ്പ്രിംഗ് ബാങ്ക് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് കണ്ടേ? അതീഷ ഹായ്, ഇതാണ് ഡെനിൽ ഹായ്. ഓക്കെ, അപ്പം നമ്മളിവിടെ വന്നേക്കാണെങ്കിൽ ഇവിടെ കുറേ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാനുണ്ട്. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇവിടെ നമുക്കിങ്ങനെ ചുറ്റാനൊക്കെ പറ്റും. ഇത് ഭയങ്കര അടിപൊളി സ്ഥലമൊന്നുമല്ല കേട്ടോ, നമ്മളിങ്ങനെ ജസ്റ്റ് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഓക്കെ ഗൈസ്, അറിയില്ല നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തുടങ്ങി എങ്ങനെയാ? നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, ഞാൻ എടുത്തോളൂ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തോ. ഓക്കെ, അപ്പം നമ്മളിവിടെ ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റ് ടൈം പാസിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം ഞാനിവിടെ വന്നേക്കണത് എവിടെയാണെന്ന് വെച്ചാൽ ടുലിപ്സ് ഗാർഡനിലാണ്. ചെറിയൊരു ടുലിപ്പ് ഗാർഡൻ ഈ പാർക്കിലുണ്ട്. അപ്പം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എന്ത് രസമാണ് നോക്ക് ഇവിടുത്തെ ടുലിപ്പ് ഗാർഡൻ, കണ്ടോ? ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. നോക്കി, നല്ല രസമില്ലേ ഈ പൂ കാണാൻ? ഇഷ്ടപ്പെട്ടു എന്ന് തോന്നണല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെടും, എനിക്ക് ഇഷ്ടപ്പെട്ടെ. പിന്നെ വേറെ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ വരെ നല്ല വെയിലായിരുന്നു, പക്ഷേ ഇന്ന് വെയിലൊക്കെ പോയി. പക്ഷേ ഈ ഒരു ക്ലൈമറ്റിൽ കണ്ടിട്ട് ഇത് നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോയെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇവർ ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. ഇത്ര ലെങ്ത്തിലുള്ളൂ കേട്ടോ ഇത്. ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ കുറേ ഉള്ള പോലെ ഫീൽ ചെയ്യും, പക്ഷെ അത്രയൊന്നുമില്ല. കണ്ടോ, ഞാൻ ഇവിടെ ആയിരുന്നു നിൽക്കണമായിരുന്നു. ഇവർ ജസ്റ്റ് ഈ ഒരു ലൈനിൽ മാത്രമാണ് ഇത് നട്ടിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നണു. ആക്ച്വലി കണ്ടോ, ഇതൊരു തിരക്ക് പിടിച്ച സ്ഥലത്തുള്ളൊരു പാർക്കാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗൈസ്, ഞാൻ നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരാം. കണ്ടോ, അതായത് ഇതിൽ കണ്ടോ, നിങ്ങൾ മറ്റേ വൈറ്റ് പൂവിൻ്റെ നടുക്കായിട്ട് ഒരു എന്താ പറയുക, റെഡ്. എന്ത് രസമല്ലേ ഇത് കാണാൻ? ആ ഒരു കളറ് കണ്ടോ, നല്ല രസമില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത്. അപ്പം ഇവിടെ പിന്നെ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കണ്ടോ ചെറി ബ്ലോസം നമുക്ക് കുറച്ച് കാണാൻ പറ്റി. ഈ വഴി നോക്ക്, എന്ത് രസമാണ്, നല്ല രസമില്ലേ നടന്നു പോകാൻ? ഇറ്റ്സ് സോ പീസ്ഫുൾ, ഭയങ്കര പീസ്ഫുൾ ആട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ ഇവിടുത്തെ എനിക്ക് ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ എനിക്ക് ഏറ്റവും തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവരിത് തൊടില്ല. ഇതെങ്ങനെയാണോ നാച്ചുറൽ ആയിട്ടിരിക്കണേ ഇവർ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുക. കണ്ടോ, അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. ഇപ്പം നമ്മൾ വേറെ പല സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മൾ ഇതിങ്ങനെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയുണ്ട്, പക്ഷെ ഇവിടെ അങ്ങനത്തെ ആൾക്കാർക്ക് ഒരു പ്രവണത ഇല്ല. അപ്പം നമ്മളും ആ ഒരു അതേ മാനേഴ്സ് നമ്മൾ ഫോളോ ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മൾ ആരും ഇതിലൊന്നിനും തൊടില്ല. എങ്ങനെയാണോ ഇത് നേച്ചർ ആക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് പ്രിസർവ്ഡ് ആയിട്ട് അതേപോലെ തന്നെ ഇരിക്കും. കണ്ടോ എന്ത് രസം നോക്ക്. ഇതാണോ ചെറി ബ്ലോസം? ഇതാണ് ചെറി ബ്ലോസം എന്നാണ് എനിക്ക് തോന്നണേ. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ, ഞാൻ പറഞ്ഞത് തെറ്റാണോ. ഞാൻ ചെറി ബ്ലോസം എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടുള്ളത് ഇതാണ്. ഓക്കെ, ഞാൻ വേറൊരു സാധനം കണ്ടുപിടിച്ചേ. എന്താണെന്നറിയോ? കണ്ടോ ഒരു റെയിൽ പാളം കണ്ടോ? ഞാൻ കണ്ടോ, ഇതാണ് ഒരു റെയിൽ പാളം പോലെ. മീൻസ് നമ്മുടെ ഇവർക്ക് എനിക്ക് തോന്നുന്നു ഇവിടെ പിള്ളേർ കളിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടാന്ന് തോന്നുന്നു കേട്ടോ. ക്യൂട്ടല്ലേ? ഓക്കെ, അവിടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇത് അവിടെ ഇട്ടുണ്ട്. ഇതൊരു കുഞ്ഞിതാ, ഇത് ഇത്രേ ഉള്ളൂ. ക്യൂട്ടാണ്, പക്ഷെ ടോയ് ട്രെയിൻ ആണെന്ന് തോന്നണേ. ഹായ്, അപ്പം നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ വന്നേക്കുന്നതാണ് കേട്ടോ. ഇവിടെ അപ്പം ഷവർമയാണ് മെയിൻ ഐറ്റം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ച ഷവർമ കേട്ടോ. ഇത് ക്വൈറ്റ് ബിഗ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഹായ്, അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു. എനിക്കവിടെ കൂടുതൽ എടുക്കാൻ പറ്റിയില്ല, കാരണം ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ അതാണ് ഞങ്ങൾ കഴിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവിടെ പോയിട്ടൊരു റിവ്യൂ വേറെ ദിവസം എടുക്കാം. അത് ഒരു അൽസെയിൻ എന്നാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ലണ്ടനിലുള്ളതാണ്. പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ കഴിച്ചിട്ടുള്ളതിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഷവർമയാണ്. കാരണം സാധാരണ നമ്മൾ കഴിക്കണ ഷവർമ എന്ന് പറഞ്ഞാൽ അതിൽ എന്താ പറയുക, അതിൽ ആ കവർ ചെയ്യുന്ന ആ ഒരു കുബൂസ് അങ്ങനെയാണ് അതിനെ പറയണത് എനിക്ക് തോന്നുന്നു കേട്ടോ. കുബൂസും ആ റൊട്ടി പോലെയല്ല, ഇത് ഭയങ്കര ക്രിസ്പിയാണ്. അത് അവരെന്തൊക്കെയോ ചെയ്തിട്ടാണ് അത് അവർ ഉണ്ടാക്കണേ. അതാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും.
അതുപോലെ തന്നെ അതിന്റെ ഫില്ലിങ്സ് ഭയങ്കര റിച്ച് ആണ്. എനിക്ക് തോന്നുന്നു അവർ തന്നെ ഉണ്ടാക്കണ സോസുകളാണെന്ന് തോന്നുന്നു അതിൽ ഇട്ടേക്കണേ. സോസ് എന്ന് പറഞ്ഞാൽ മറ്റേ കെച്ചപ്പ് ഒന്നല്ല കേട്ടോ, ഇങ്ങനെ മറ്റേ ഒരു വൈറ്റ് കേർഡ് പോലത്തെ എന്തൊക്കെയോ സാധനങ്ങളാണ് അവർ ഇട്ടേക്കണം. മയോ അല്ല, വേറെ അവരുണ്ടാക്കിയ അവരുടെ ഫ്ലേവേഴ്സ് ഉള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ തഹീനിയാന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്. അപ്പം അത് കാനഡയിലുള്ളവരാണെങ്കിൽ അത് ട്രൈ ചെയ്യണം. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്ര ഉള്ളൂ നമ്മളിന്ന് ചെറിയൊരു ഔട്ടിങ്, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളെയും കൂടെ അത് കാണിക്കാം എന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പക്ഷെ ബെല്ലൈക്കണിൽ അമർത്തിയാൽ മാത്രമാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അവിടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ബൈ ഗൈസ്, സീ യു.